ഹലോ എവ്രിവൺ, ഇന്ന് നമുക്ക് പഴം പുട്ട് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അപ്പോൾ സാധാരണ പുട്ടും കടലയും അല്ലെങ്കിൽ പുട്ടും ചെറുപയർ കറിയും പപ്പടം ഒക്കെ കൂട്ടി കഴിക്കുന്നതല്ലേ. ഇപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് പഴം പുട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് പുട്ടുകുറ്റി ഇല്ലെങ്കിൽ സാരമില്ല, ഒരു ചിരട്ട മാത്രം മതി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് പുട്ടുപൊടി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ തരിയൊന്നും ഇല്ലാതെ കുറച്ച് വെള്ളം ചേർത്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ പുട്ടുപൊടി കറക്റ്റായിട്ട് കുഴഞ്ഞോന്നറിയാനായിട്ട് ഇങ്ങനെ കയ്യിൽ കുറച്ചെടുത്ത് ഒരു ബോൾ പോലെ ആക്കി നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ആ ഷേപ്പ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പുട്ടുപൊടി റെഡിയായിട്ട് കുഴഞ്ഞിട്ടുണ്ടെന്നാണ്. എനിക്കിത് കുറച്ച് നേരം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ചിരട്ടയിൽ നിറച്ചെടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി പുട്ടുകുറ്റി ഇല്ലെങ്കിൽ സാരമില്ല, നമുക്കിത് ചിരട്ടയിൽ ഉണ്ടാക്കാം. ഇനി ചിരട്ടയില്ലെങ്കിൽ പുട്ടുകുറ്റിയിലും ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം കുറച്ച് തേങ്ങ ലെയർ ചെയ്യുക, പിന്നെ നേന്ത്രപ്പഴം ലെയർ ചെയ്യുക, പിന്നെ നേരത്തെ നമ്മൾ കുഴച്ച് വെച്ച പുട്ടുപൊടി ലെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് കുക്കറിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ വേണ്ടി വരും ഇത് പുട്ടായി റെഡിയായി വരാനായിട്ട്. അപ്പം ഞാൻ ഒരു ചിരട്ട കൊണ്ട് തന്നെ ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിരട്ടയില്ലെങ്കിൽ ഒരു ചെറിയ പ്ലേറ്റ് ആയാലും മതിയാവും. അപ്പം നമ്മുടെ പുട്ടിന് ആവി വരുന്നുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്, പഴത്തിൻ്റെയും തേങ്ങയുടെയും ഒക്കെ. അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ചിരട്ടപ്പുട്ട് ദേ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഒരു വെറൈറ്റി ഐറ്റമാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. താങ്ക് യു.